പ്രവീൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം 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 ചേട്ടാ. പ്രവീൺ ചേട്ടൻ തലയിലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ ആർട്സ് സബ് സെക്രട്ടറി ആയി ജയിച്ച ആളാണ്. അന്ന് ബാക്കി എല്ലാ SFI ആയിരുന്നു. ഒറ്റ KSU പ്രവീൺ ചേട്ടനാണ് അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിച്ചത്. ഞാനത് പറഞ്ഞത് ആ സമയത്ത് ഞാൻ തലയിലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുന്നുണ്ട്. അല്ല, അത് തെറ്റാണ്. പഠിക്കുന്നു എന്നൊരു വാക്ക് നമ്മൾ പറയരുത്. കാരണം ഞാൻ നോക്കുമ്പോ പിഷാരുടെ എപ്പോഴും ഒരു മതിലിന്റെ മുഖത്തുണ്ടാവും, പിഷാരുടെ നോക്കുമ്പോ എപ്പോഴും ഞാൻ ക്യാൻറ്റീൻ്റെ അകത്തുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കളിച്ചു വളർന്നു. ആ സമയത്ത് നമ്മൾ DB കോളേജിൽ ഉണ്ടായിരുന്നു. അത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ല, എന്റെ സീനിയറാണ്. ജൂനിയർ എന്റെ സീനിയർ ആയിരുന്നു പ്രവീൺ ചേട്ടൻ. ഞാനൊക്കെ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോ അവിടെ ഉണ്ട്, ഇവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോ അതിനുശേഷം ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സോ മത്സരത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. പ്രവീൺ ചേട്ടന് ഫസ്റ്റ്, എനിക്ക് സെക്കൻഡ് എന്നുള്ള കണക്കിനാണ് നമ്മൾ അത്തവണ മത്സരിച്ചത്. മിമിക്രി യൂണിവേഴ്സിറ്റി വിന്നറാണ് ഈ നിൽക്കുന്ന ആള്. അന്ന് എറണാകുളത്ത് വെച്ചിട്ടാണ് ആ മത്സരം നടന്നിട്ടുള്ളത്. എറണാകുളത്ത് ഗംഭീര പ്രകടനമായിരുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി വിന്നർ ആയിരുന്നു. പിന്നെ ഡയാന പറഞ്ഞതുപോലെ നടിമാർ ഒരുപാട് പേർ അന്യഭാഷയിൽ നിന്ന് വരുന്നത് കൊണ്ടും അല്ലാതെയും മലയാളത്തിൽ സ്വന്തമായിട്ട് ഡബ് ചെയ്ത നടിമാർ കുറവായിരുന്നു. എല്ലാ നടിമാർക്കും ഫീമെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹീറോസ് എല്ലാം സ്വന്തമായിട്ട് ഡബ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊരു മെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. മാത്രമല്ല, അഥവാ ആർക്കെങ്കിലും വേണ്ടി വന്നാൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നടനെ കൊണ്ട് അവർ ചെയ്യിക്കുമായിരുന്നു. അതിനിടയിലാണ് പ്രവീൺ ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഹരിശ്രീ പോലൊരു ട്രൂപ്പിൽ തിരക്കിട്ട് മിമിക്രി ചെയ്യുന്നതിനിടയിൽ നിന്നും കൃത്യമായി സ്വിച്ച് ചെയ്ത് ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് കടന്ന് ഡബ്ബിംഗ് മേഖലയിൽ ഏറ്റവും തിരക്കുള്ള വിലപിടിപ്പുള്ള ഒരു താരമായിട്ട് മാറിയത് ടൈറ്റാനിക് എന്ന് പറയുന്ന കാസറ്റിന്റെ സിനിമ പോലുള്ള പോസ്റ്ററുകളിൽ മുഖം ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് സലീം കുമാർ ഏട്ടന് മുമ്പോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അഡ്രസ്സ് പഠിച്ച ഒരേ ഒരു മിമിക്രിക്കാരൻ പ്രവീൺ VP, വടാപ്പുറത്ത് ഹൗസ്, തലക്കോട് PO, ചോറ്റാനിക്കര. എന്റെ ദൈവം, ശരിയാണോ? കറക്റ്റാണ്, അച്ഛനാണ്. കാരണം എന്റെ വീട്ടിൽ ഫോണില്ല, അടുത്തൊരു വീട്ടിലാണ് ഫോൺ ഉള്ളത്. ആ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുമായിരുന്നു. നിങ്ങളുടെ ഫോൺ നമ്പർ തുടക്കം എന്തായിരുന്നു? 2711 അതിലോട്ട് ഞാൻ ലാൻഡ് ഫോണിലോട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലാൻഡ് ഫോൺ ഇപ്പോഴും ഉണ്ടോ? ഗംഭീരമായി ഞാൻ വിളിക്കുന്ന ഒരാളാണ്. അപ്പൊ കോളേജിലെ 2 മിമിക്രിക്കാർ, അദ്ദേഹം പോയ ശേഷമാണ് ആ റിലേയുടെ വടി ഞാൻ മേടിച്ച് ബാക്കി 5 വർഷം ഞാൻ സമ്മാനം മേടിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പ്രവീൺ ചേട്ടാ പുതിയ വിശേഷങ്ങൾ? സന്തോഷം തന്നെ, നന്നായിട്ട് പോകുന്നു. ഇപ്പൊ എന്താ പറയാ, റാണ എന്ന് പറഞ്ഞൊരു പടം ഡബ് ചെയ്യുന്നത്, അതിൽ കമൽ സാറിന് വേണ്ടിയാണ്. OTT പ്ലാറ്റ്ഫോമാണ്. സിനിമ മാത്രമല്ല, നമുക്ക് 20,000-ലധികം അഡ്വർടൈസ്മെന്റ്സിലൂടെ പ്രവീൺ ചേട്ടന്റെ സൗണ്ടും അത്രയ്ക്കും ഫാമിലിയർ ആണ്. അതെ, അതായത് തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഈ റേഡിയോ പരസ്യങ്ങളായിരുന്നു കൂടുതലും. അപ്പൊ അങ്ങനെ പരസ്യങ്ങളിൽ നിന്നാണ് ഇതിലേക്ക്. അതെ, 20,000 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് 20,000 പരസ്യമൊക്കെ TV വരുന്നുണ്ടോന്നല്ല. എല്ലാം TV വരുന്നതല്ല, ജിംഗിൾസ്, ചെറിയ ചെറിയ റേഡിയോ പരസ്യങ്ങൾ, കോർപ്പറേറ്റിന്റെ പരസ്യങ്ങൾ തുടങ്ങി എല്ലാം കൂടെ കൂട്ടിയാണ് 20,000 പ്രവീൺ ചേട്ടൻ ചെയ്യുന്നത്. പക്ഷേ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലർക്കും ചെയ്തിട്ടുള്ള ഒരാളാണ്. സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് പ്രവീൺ ചേട്ടൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പം കട്ടപ്പയ്ക്ക് ശബ്ദം കൊടുത്തതാണ് പ്രവീൺ ചേട്ടനെ വിഷ്വലി വീണ്ടും മുന്നിലേക്ക് പിടിച്ചോണ്ട് വന്നത്. അല്ലാതെ പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെ ആക്ടേഴ്സിനാണ്? നമ്മുടെ RRR അജയ് ദേവ്ഗണിന് വേണ്ടി കൊടുത്തിരുന്നു, RRR. പിന്നെ സിനിമകളുടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വെറുതെ ഒരു ഭാര്യയിൽ റഹ്മാൻ വേണ്ടിയിട്ട് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയാസ് ഖാന് വേണ്ടിയിട്ട് രഹസ്യ പോലീസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സൗണ്ട് കൊടുത്തത്. അപ്പോൾ ചില പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് അവർ ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ സൗണ്ട് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഞാൻ കൂടുതലും പ്രായം ചെന്ന, അല്ലെങ്കിൽ എന്നിലും ഡിഫറെൻ്റ്, എൻ്റെ സൗണ്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ ചില ആളുകൾക്കൊക്കെയാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞ പോലും ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചോളണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ, ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ സിനിമകളിൽ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന അങ്ങനെ ഒരു കഥാപാത്രം പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് അപ്പൂപ്പന്മാരുടെ സൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ സൗണ്ടാണ്. അവൻ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയതൊന്നും നശിപ്പിച്ചില്ലല്ലോ, എല്ലാം ഇരട്ടിപ്പിച്ചല്ലേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചേട്ടന്റെ സൗണ്ടൊക്കെയാണ്. പരസ്യത്തില് ആർക്കൊക്കെ കൊടുത്തിട്ടുള്ളേ? പരസ്യത്തില് സൗരവ് ഗാംഗുലിക്കാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്ത്. പിന്നെ പ്രകാശ് രാജിന് വേണ്ടിട്ട് അദ്ദേഹത്തിനുണ്ട്. എന്നെ തീരൂല, അത്രയും ചെയ്തു വെച്ചിട്ടുള്ള പരസ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്തെ, പണ്ട് ഈ ഓണക്കാലത്ത് ഈ പരസ്യങ്ങളുടെ ഡബ്ബിയും വിളിക്കും. അപ്പൊ ഈ ക്ലയന്റും കൂടെ വരും. കൂടെ വന്നിട്ട് അപ്പൊ അന്നൊരു അമ്മണി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈലിന്റെ പരസ്യമുണ്ട്. അപ്പൊ ഈ അവർക്ക് വേണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും വമ്പിച്ച ഡിസ്കൗണ്ടുകളുമായി ഈ അതിന്റെ മുഴുവൻ കഥ ഞാൻ പറയാം.
സ്ക്രിപ്റ്റ് ഇതായിരുന്നു, കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും വമ്പിച്ച വിലക്കിഴിവുമായി ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസിനൊപ്പം. ഇത് കഴിഞ്ഞ് ഇത് എടുത്തിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും മറ്റേ ഇതുമായിട്ട് അമ്മണി ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസ് പറഞ്ഞു. ഇത് ഇത്രയും വേണ്ട, നമുക്ക് ഈ പാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും കൂട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല, അപ്പൊ അതിൻ്റെ അത് കുറച്ച് കുറയ്ക്കണം, സെക്കൻഡ്സ് കുറയ്ക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന തെറിച്ചു പോയി. അപ്പോൾ വമ്പിച്ച ഡിസ്കൗണ്ടുമായി മനോഹര വസ്ത്രങ്ങളുമായി ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസ്. അങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് അവസാനം പറഞ്ഞു ഇത്തവണത്തെ ഓണം വേണ്ട, ഓണം അത് മതി നമുക്ക് ഓണത്തിന്. ഇത് കഴിഞ്ഞിട്ട് അവസാനം ഇത് എല്ലാം കൂടി കട്ട് ചെയ്ത് അവസാനം ഇത് എങ്ങനെ വന്നു എന്നറിയോ? ഓൾ ഇന്ത്യ റേഡിയോയിലിട്ട് വരണം, ഈ ഓണം അമ്മിണിയോടൊപ്പം. ഏത് അമ്മിണി, ആരുടെ കൂടെ, ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഈ തിയേറ്ററുകളിൽ സിനിമയ്ക്ക് പോയാൽ ഈ തിയേറ്റർ തുടങ്ങുന്നതിന് മുമ്പ് തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെയുള്ള ഏത് തിയേറ്ററിൽ പോയാലും ഇങ്ങനെ സൗണ്ട് കേൾക്കാണ്ട് സിനിമ കാണാൻ പറ്റില്ല. ഈ ജനാർദ്ദന ചേട്ടന്റെ സൗണ്ടിലൊക്കെ ഞാൻ പരസ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പണ്ട് ഈ എടപ്പള്ളിൽ ഒരു ഇൻസ്റ്റയിൽ എന്ന് പറഞ്ഞൊരു ചെരുപ്പുകട ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചെരുപ്പുകടയിൽ രണ്ടുപേര്, അപ്പൊ ക്ലൗഡ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി പറഞ്ഞു നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഞാൻ ജനാർദ്ദൻ ചേട്ടൻ ചെരുപ്പ് മേടിക്കാൻ പോണു, MS തൃപ്പൂണിത്തുറ ചെരുപ്പ് മേടിക്കുന്ന കട പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ സൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരസ്യം. അതെന്തായിരുന്നു പരസ്യം? ഒരു ചെരുപ്പ് അന്വേഷിച്ച് നടന്ന് എന്റെ കാലില് ചെരുപ്പ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും മറ്റേ എടോ ജനാർദ്ദന, താനാ എടപ്പള്ളിലുള്ള ഇൻസ്റ്റൈലിൽ പോ, നല്ല ചെരുപ്പ് കിട്ടും. പിന്നെ ടൈറ്റാനിക് എന്ന് പറയുന്ന കാസറ്റില് മമ്മൂക്കയുടെ ശബ്ദം ലാലുലിസിന്റെ സൗണ്ട്. അപ്പൊ അതിൽ ആ മുങ്ങിക്കപ്പലിന്റെ ക്യാപ്റ്റൻ ലാലുലിസ് ആയിരുന്നു. അപ്പൊ ഈ ലാലുലിസിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാനും നമ്മൾ ഒന്നിച്ച് കോളേജ് പഠിച്ചപ്പോ അന്ന് ഈ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആർട്സ് ക്ലബ് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഒരു നടനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ ഈ പിറവത്ത് പോയി, ലാലുലിസേറിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു. ചെന്ന ഉടനെ ഭയങ്കര വെൽക്കം ആയിരുന്നു, ഭയങ്കര സ്വാഗതം. വരണം ഇരിക്കൂ, ആരാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് വരികയാണ് ചേട്ടാ, ഒരു ആർട്സ് ക്ലബിന്റെ ഇനാഗ്രേഷൻ. എന്റെ സൗണ്ടൊന്നും അത്ര കറക്റ്റ് ആവില്ല കേട്ടോ പണ്ടത്തെ പോലെ. അപ്പൊ വരുവാണ്. ദേവസ്വം ബോർഡ് കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെട്ടിക്കാട്ടുമുക്ക് പാലം എല്ലാം കഴിഞ്ഞ് ആ കയറ്റം കയറി ആ മലമുകളിൽ കാണുന്ന കോളേജല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയി, പുള്ളി വരും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചു. അപ്പൊ അതെ ആ കോളേജാണ് കേട്ടോ, അവിടെ എന്നൊക്കെ കോഴ്സുകളുണ്ട് മോനെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ BA ഉണ്ട്, BSc ഉണ്ട്, BCom ഉണ്ട്, എല്ലാം ഉണ്ട്. ലാബിന്റെ സൗകര്യമൊക്കെ എങ്ങനെയാ? ലാബൊക്കെ നല്ല ലാഭമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ലൈബ്രറിയോ അതും കൊള്ളാന്ന് പറയും. ഇതെല്ലാം എന്നാ ഈ ഫംഗ്ഷൻ എന്നാന്ന് പറഞ്ഞ് ചേട്ടാ അടുത്ത മാസം 16-ാം തീയതിയാ. ഞാൻ വരുന്നില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇതുപോലെ പണ്ടൊരിക്കൽ ഇതുപോലെ ഞങ്ങളുടെ കിൻഡർ ഗാർഡനിലെ ഞങ്ങളുടെ അടുത്ത് ഇടവകയിൽ ഒരു അച്ഛൻ പറഞ്ഞു ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിലെ ഇനാഗ്രേഷന് വേണ്ടി ചെല്ലാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛോ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞതാ, പിന്നീട് ഒരിക്കൽ കുമ്പസാരിച്ചാ മതിയല്ലോ, നിങ്ങൾക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. ഇനി തിരിച്ച് പലയിടത്തും പറഞ്ഞാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പറയാം, ഈ കട്ടപ്പയുടെ ഒരു ശബ്ദത്തിലേക്ക് എത്തിയ പരിപാടി എന്തായിരുന്നു? കട്ടപ്പയുടെ ശബ്ദത്തിലേക്ക് എത്തിയ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് വോയിസ് സാമ്പിൾസ് ഇങ്ങനെ എടുത്ത് മങ്കമ്മ ഗോപാലകൃഷ്ണൻ സാറ് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ രാജമൗലി സാറ് സെലക്ട് ചെയ്തതാണ് നമ്മളെ ബാക്കോലി 1-ലും പിന്നെ 2-ലും അങ്ങനെ സത്യരാജനെ കൊണ്ടുപോകുന്നത്. കാരണം വരുന്നില്ല, കുറെ ഗാംഭീര്യമുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഒരെണ്ണം നമുക്ക് കിട്ടി, അതാണ് കട്ടപ്പ. അവിടെ തന്നെ സെലക്ഷൻ വന്ന ഇവിടെ നിന്നുള്ളതല്ല? അല്ല, അവിടെ തന്നെ സെലക്ഷൻ വന്നാണ്. കാരണം ഈ RRR കണ്ടു വന്നിട്ട് എന്റെ മോനൊക്കെ വീട്ടിൽ എയിം ട്രിഗർ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. അവന്റെ വിചാരം അജയ് ദേവ് കണ്ടെന്ന, അവൻ അറിയുന്നില്ല അച്ഛന്റെ കൂട്ടുകാരനായ എയിമും ട്രിഗറും എന്നുള്ളത്. എന്തായാലും കട്ടപ്പയുടെ ശബ്ദം കേൾക്കാൻ പറഞ്ഞേട്ടാ. കട്ടപ്പടമാണോ അജയ് ദേവ് കണ്ടു? രണ്ടും വേണം. യുദ്ധം ഏത് സമയത്ത് വന്നാലും ആയുധവും സ്വയം തേടി വരും. എയിം, ലോഡ്, ഷൂട്ട്. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. പ്രവീൺ ചേട്ടൻ ഒരു മൊബൈൽ ഡബിംഗ് സ്റ്റുഡിയോ വണ്ടിക്കകത്ത് തന്നെ സ്റ്റുഡിയോ ഉണ്ട്. എപ്പം ഒരു ഏത് കാരണത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. തിരക്കുള്ള ആളാ. പണ്ട് വയലാറ് കാറിലിരുന്ന് പാട്ടെഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത്രയും പാട്ടുകൾ അദ്ദേഹത്തിനോട് ചോദിക്കും. അതുപോലെ എന്തെങ്കിലും ആവശ്യം കിട്ടിയ പുള്ളിക്ക് പുറത്തുനിന്ന് വെച്ച് വന്നാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വെച്ച് വന്നാൽ കുഴപ്പമുണ്ടല്ലോ. അത് അതിനനുസരിച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത്ര വലിയ ഇല്ല. അതല്ല, സാധാരണ വണ്ടി തന്നെ. നമ്മൾ SM58 എന്ന് പറഞ്ഞ പണ്ടത്തെ മൈക്ക് ഉണ്ട് നമ്മുടെ, അതിന്റെ ഉപയോഗം ഞാൻ ഇപ്പോഴും മനസ്സിലായി. കാരണം അത് ഔട്ട് സൈഡുള്ള സൗണ്ടൊന്നും നമുക്ക് ക്യാച്ച് ചെയ്യില്ല. അത് ഗംഭീരമായ ചേട്ടാ. അപ്പൊ പ്രവീൺ ചേട്ടാ, ഡബിംഗ് തിരക്കുകൾക്കിടയിലും നമ്മുടെ ഷോയുടെ ഭാഗമായാലും ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുന്നു.
ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. താങ്ക് യു. അത് അദ്ദേഹത്തിന് കൈമാറുവാനായിട്ട് ഞാൻ ജനാർദ്ദൻ സാറിനെയും രമേശ് ഷെട്ടിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പ്രവീൺ ഹരിശ്രീ വേദികളിലെ സജീവ മിമിക്രി കാലഘട്ടത്തിൽ നിന്നും കൃത്യമായ ഒരു പോയിന്റിൽ തീരുമാനമെടുത്തുകൊണ്ട് ഡബ്ബിംഗ് എന്ന മേഖലയിലേക്ക് പോകുന്നു. നമ്മൾ മേഖലകൾ മാറുക എന്ന് പറയുന്നത് കല തന്നെയാണ്. അത് അഭിനയമാവാം, സംവിധാനമാവാം, ഡബ്ബിംഗ് ആവാം, എഴുത്താവാം, എന്തുമായിക്കൊള്ളട്ടെ. നമ്മളുടെ മേഖലകൾ മാറുമ്പോൾ ഈ പുതിയ മേഖലയിൽ നമ്മൾ അതിന്റെ മുൻനിരയിലെത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ്. യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ് എന്ന് പ്രവീൺ ചേട്ടൻ തന്നെ പറഞ്ഞു. എന്നാൽ ആ യാദൃശ്ചികതയിൽ നിന്നും ഇന്ന് കേരളത്തിലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും മുൻനിരയിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും എല്ലാം ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. മിമിക്രിയിലും അദ്ദേഹം അവതരിപ്പിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചേരുന്ന എല്ലാ ശബ്ദങ്ങളും എല്ലാ ഇനങ്ങളും വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ളതായിരുന്നു. അത്രയധികം കയ്യടികൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് റിലീസാകുന്ന വലിയ വലിയ സിനിമകളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ശബ്ദമായി മാറാൻ ഡബ്ബിംഗ് എന്ന് പറയുന്നത് ശബ്ദം കൊടുക്കൽ എന്ന് നമ്മൾ വെറുതെ പറയുന്നത് സ്വന്തമായി ഡബ് ചെയ്യുന്നത് പോലെ അല്ല. മറ്റൊരു നടൻ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുക്കുകയും ആ ശബ്ദം അയാളുടേതാണെന്ന് നമുക്ക് തോന്നുകയും അയാൾ അഭിനയിച്ചു വച്ചിരിക്കുന്ന എല്ലാ വികാരങ്ങളും അതേ തീവ്രതയിൽ പ്രേക്ഷകന്റെ മുന്നിൽ എത്തിക്കുകയും എല്ലാം ചെയ്യണം. എന്നാൽ ചുണ്ടടക്കുന്നതും തുറക്കുന്നതും കൃത്യം ഒപ്പിക്കുകയും വേണം, ലിപ്സിങ് ചെയ്യണം. സ്വന്തം ഭാഷ ചെയ്യുന്നവർക്ക് ഈ പ്രശ്നമില്ല, അത് ഒപ്പിക്കാൻ പറ്റും. നമ്മൾ അയാൾ അഭിനയിച്ച ഭാഷയിലേ അല്ല നമ്മൾ ഡബ് ചെയ്യുന്നത്. അയാൾ അഭിനയിച്ച, അയാൾ ഉപയോഗിച്ച, അയാൾ പ്രയോഗിച്ച വാക്കുകളോ വാചകങ്ങളോ ഭാഷയോ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിലും അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കലയുടെ വിഭാഗത്തിലാണ് പ്രവീൺ ചേട്ടനൊക്കെ നിൽക്കുന്നത്. അവിടെ നിന്നും തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ ഷോയിലെത്തി ഇത്ര സമയം നമുക്ക് വേണ്ടി ചെലവാക്കിയതിന് അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ആദരവ്.